ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പാരായണം ആരംഭിക്കാം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ശ്രീ ആഞ്ജനേയസ്വാമിക്ക് ജയ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഹരി ശ്രീ ഗണപതായ നമ. ഗുരുഭ്യോ നമ. ഒരു മിനിറ്റ് ഗീതാജി, ഒരു മിനിറ്റ് ഞാൻ പറയാട്ടോ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 25ാമത്തെ ദിവസം നമ്മൾ പാരായണം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് ശുഗന്റെ രാവണശുഗ സംവാദം മുതൽ രാവണന്റെ പടപ്പുറപ്പാട് വരെ ഉള്ള ഭാഗങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പാരായണം ചെയ്യുന്നത്. ഗീതാ പിള്ള, ശ്രീമതി ശ്രീവിദ്യ, അവർ രണ്ടുപേരാണ്. രണ്ടുപേരെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബാക്കി ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഈ ഒരു പാരായണ സഭയിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പാരായണം ആരംഭിക്കാം. ഗീതാജി ആരംഭിച്ചോളൂ. ഹരി ശ്രീ ഗണപതേ നമ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദിരമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതി. ശ്രീരാമ രമണീയ വിഗ്രഹ നമസ്തുതി. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിയിടുമടിയാതെ. ശാരിക പൈതൽ ദാനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. മുന്നേ നിബദ്ധനായോരു ശുഭാസുരൻ തന്നെ വിരവോടയക്കമടിയാതെ ചെന്നു ദശഗ്രീവനോട് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ അറിയിക്ക വൈകാതെ. എന്തരുൾ ചെയ്തതോ കേട്ടോ തൊഴുതവൻ ചെന്നു ദശാനനൻ തന്നെ വണങ്ങിനാൻ. പങ്ക്തി മുഖേനും അവനോട് ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊൽകടൂ. വാനരേന്ദ്രന്മാരറിഞ്ഞു പിടിച്ച വിമാന വിരോധം വരുത്തിയാരോധവ. ക്ഷീണപാപം കലർന്നിടുവാൻ കാരണം മാനസേ ഖേദം കളഞ്ഞു ചൊല്ലിയിടൂ. രാത്രിഞ്ചരോക്തി കേട്ടു ശുഗൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലിയിടിനാൻ. രാക്ഷസരാജ പ്രവര ജയ ജയ മോക്ഷോപദേശമാർഗേണ ചൊല്ലിയിടുവൻ. സിന്ധു തന്നുത്തര തീരോപരി ചെന്നോർ അന്തരമെന്നിയേ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്തവരെന്നെ പിടിച്ചുടൻ കൊന്നു കളവാൻ തുടങ്ങും ദശാന്തരി. രാമ രാമ പ്രഭോ പാഹി പാഹീതി ഞാൻ ആമയം പൂണ്ടു കരഞ്ഞ നാദം കേട്ട്. ദൂതൻ അവ്യത്തൻ അയപ്പിനയപ്പിനൻ ആദരവോടരുൾ ചെയ്തു ദയാപരൻ.
വാനരന്മാരും അയച്ചാരതുകൊണ്ട് ഞാനും ഭയം തീർന്നു നീളെ നടന്നുടൻ വാനര സൈന്യമെല്ലാം കൊണ്ടുപോന്നതേ മാനവ വീരാനുജയാ സാദരം. പിന്നേത് ഗൗതമൻ എന്നോട് ചൊല്ലിനാൻ ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക സീതയെ നൽകേട് കൊന്നുകിലില്ലായെങ്കിൽ ഏതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലും ഒന്നുഴറി ചെയ്തു കൊള്ളണം രണ്ടും കണക്കെനിക്കെന്നു പറയണം എന്തു ബലം കൊണ്ട് സീതയെ കട്ടുകൊണ്ടന്തനായി പോന്നെങ്ങിരുന്നു കൊണ്ടു ഭവാൻ. പോരും അതിനു ബലമെങ്കിൽ എന്നോട് പോരിനായി കൊണ്ട് പുറപ്പെടുകാശു നീ. ലങ്കാപുരവും നിശാചര സേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപെടുത്തെന്നുള്ളിൽ വന്നിങ്ങെ പുക്കോരു രോഷവും ആശു തീർത്തിടുവാൻ നക്തഞ്ചരാ കുലശ്രേഷ്ഠൻ ഭവാനൊരു ശക്തനാകിൽ പുറപ്പെടുകാശു നീ. എന്തരുളി ചെയ്തിരുന്നരുളിയിടിനാൻ നിന്നുടെ സോദരൻ തന്നോട് കൂടവേ സുഗ്രീവ ലക്ഷ്മണന്മാരോട് ഒന്നിച്ച് നിഗ്രഹിപ്പാനായി ഭവം തരണാങ്കണി. കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശ കണ്ട പ്രഭോ കവി പുങ്കവാ പാലിതം പർവ്വത സന്നിഭന്മാരായ വാനരൂപി കുലുങ്ങവേ ഗർജനവും ചെയ്തു. സർവലോകങ്ങളും ഭസ്മമാക്കിയിടുവാൻ ഗർഭം കലർന്നു നിൽക്കുന്നതോ നിർഭയം സംഖ്യയുമാർക്കും ഗണിക്കാവതല്ലിക സംഖ്യാപതാം വരനായ കുമാരനും. ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാരെ കേട്ടുകൊള്ളുക ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീന മലറി നിൽക്കുന്നവൻ 100,000 പടയോടും രിപുക്കളെ നീറാക്കുവാനുഴറ്റോടുവാൽ പൊങ്ങിച്ച് കാലിനും പേടിച്ചു മണ്ടും അവനോടെ നീലനാ സേനാപതി ഭഗ്നിനന്ദനൻ. അങ്കതനാകും ഇളയ രാജാപതി അങ്ങേതു പത്മ കിഞ്ചൽ സമപ്രഭൻ വാൽ കൊണ്ട് ഭൂമിയിൽ തച്ചു തച്ചങ്ങനെ ബാലിതൻ നന്ദനൻ അദ്രി ശൃംഗോപമൻ. തൽപാർശ്വസിനി നിൽക്കുന്നതു വാതജൻ പുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാശേതൻ രജത സമപ്രഭൻ. ജമ്പനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാര വൈദ്യ നന്ദനന്മാരല്ലോ. സേതു കർത്താവാം നളനതിനങ്ങേത് ബോധമേറും വിശ്വകർമാവു തൻ മകൻ താരൻ പനസൻ കുമിതൻ വിനതനും വീരൻ വിഷഭൻ വികടൻ വിശാലനും മാരുതി തൻ പിതാവാകിയ കേസരി ശൂരനായിടം പ്രമാതി ശതബലി സാരനാൻ ജാമ്പവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ രതിമുഖൻ ജ്യോതിർമുഖൻ അതി ഹോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനര നായകന്മാരെ ഞാൻ പ്രത്യേകം ഇങ്ങനെ ചൊല്ലുന്നതും പ്രഭു. ഇത്തരം വാനര നായകന്മാരറു 17 കോടിയുണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞേ പോർക്കായി 21 വെള്ളം പടയവർക്കുള്ളതവയെല്ലാം. ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാരിവരേവരും ശ്രീരാമദേവനും മാനുഷനല്ല ആദി നാരായണനാം പരംപുരുഷോത്തമൻ. സീതയാകുന്നതോ യോഗമായാദേവി സോദരൻ ലക്ഷ്മണനായ തനന്തനും ലോകമാതാവും പിതാവും ജനകജാതവന്മാരെന്നറിക വഴി പോലെ. വൈരം അവരോട് സംഭവിച്ചിടുവാൻ കാരണമെന്തതെന്നോർക്ക നീ മാനസേ. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്തമാശോ ഭവിക്കുമെല്ലാവനും. പഞ്ചാത്മക തത്വങ്ങളെ കൊണ്ട് സഞ്ചിതം പുണ്യ പാപങ്ങളാൽ ബദ്ധമായി ത്വങ്മാംസമോദാസ്തി മൂത്രമലങ്ങളാൽ സമ്മേളിതാമതി ദുർഗന്ധമെത്രയും. ജ്ഞാനെന്ന ഭാവം അതിങ്കലുണ്ടായി വരും ജ്ഞാനമില്ലാതെ ജനങ്ങൾക്കതോർക്കതി അന്തജടാത്മകമായ കായത്തിങ്കൽ എന്തൊരാസ്ഥാ ഭവിക്കുന്നതോ ധീമതാം. യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാ പാദഭൗകങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ട് രോഗാദി മൂലമായി സമ്പദിക്കും ദൃഢം. പുണ്യപാപങ്ങളോട് ചേർന്നു ജീവനും വന്നുകൂടുന്നു സുഖദുഃഖേ ബന്ധനം. ദേഹത്തെ ഞാൻ എന്ന് കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്തേന ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്കു വന്നു ഭവിക്കുന്നു.
ശോക ജര മരണാദികൾ നീക്കുവാനാകയാൽ ദേഹാഭിമാനം കളക നീ. ആത്മാവ് നിർമ്മലൻ അദ്വേൻ അദ്വേൻ ആത്മനാത്മനാ കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം ആത്മിനെ തന്നെ ലയിക്ക നീ കേവലം. പുത്രധാരാർത്ഥ ഗ്രഹാദി വസ്തുക്കളിൽ ശക്തി കളഞ്ഞു വിരക്തനായി വാഴുക. സൂഹരശാദി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലുമുണ്ടല്ലോ. ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ച ആകന്ത പിന്നെ ദ്വിജത്വവും വന്നിതു. കർമ്മഭൂവാമത്ര ഭരത കണ്ഠത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ. പിന്നെയുണ്ടാകുമോ ഭോഗത്തിൽ ആഗ്രഹം ധന്യനായുള്ളവൻ ഓർക്കാ മഹാമതി. പൗലസ്യ പുത്രനാം ബ്രാഹ്മണാഢ്യൻ ഭവാൻ ത്രൈലോക്യ സമ്മതൻ ഘോരതബോധനൻ. എന്നിരിക്കെ പുനരജ്ഞാനിയെ പോലെ പിന്നെയും ഭോഗാഭിലാഷം എന്തിങ്ങനെ. ഇന്നു തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. രാമനാകുന്നത് ആത്മാപരാനദ്വയൻ. സീതയെ രാമനു കൊണ്ടുകൊടുത്തു തൻ പാദപത്മാനുചരനായി ഭവിക്ക നീ. സർവപാപങ്ങളിൽ നിന്നു വിമുക്തനായി ദിവ്യമാം വിഷ്ണു ലോകം ഗമിക്കായി വരും. അല്ലായിലാശോ കീഴ്പോട്ട് പോയി ചെല്ലും നരകത്തിലില്ലോ ഒരു സംശയം. നല്ലതത്രേ ഞാൻ നിനക്കോ പറഞ്ഞതോ, നല്ല ജനത്തോട് ചോദിച്ചു കൊள்കടോ. രാമേതി ജപിച്ചുകൊണ്ടാമയം വേറിട്ടു സാധിക്ക മോക്ഷവും. സത്സംഗമത്തോട് രാമചന്ദ്രം ഭക്തവത്സലം ലോകശരണ്യം ശരണതം. ദേവം മരതക കാന്തികാന്തം രമാസേവിതം ചാപബാണായുധം രാഘവം. സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുതം രക്ഷാനിപുണം വിഭീഷണ സേവിതം. ഭക്ത്യാ നിരന്തരം ധ്യാനിച്ചു കൊൾകിലോ മുക്തി വന്നിടും അതിനില്ല സംശയം. ഇത്തം സുഖവാക്യം അജ്ഞാനനാശനം ശ്രുത്വാദശാസനും ക്രോധ സാമ്രാക്ഷനായി രക്തനായി പോകും ശുഭനെന്ന് തോന്നുമാർ അത്യന്ത രോഷേണ നോക്കിയുര ചെയ്താൻ. ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രപം ശിക്ഷ ചൊൽവാനെന്തു കാരണം. പണ്ടു നീ ചെയ്തോരുപകാരം ഓർക്കയാലുണ്ട് കാരുണ്യം എനിക്കതോ കൊണ്ടു ഞാൻ. ഇന്നു കൊല്ലുന്നതില്ലെന്നു കൽപ്പിച്ചതൻ മുന്നിൽ നിന്നാശു മറയത്തു പോക നീ. കേട്ടാൽ പൊറുക്കരുതാതൊരു വാക്കുകൾ കേട്ടോ പൊറുക്കാൻ ക്ഷമയും എനിക്കില്ല. എന്നുടെ മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൂടും മരണം നിനക്കെന്നുമേ. എന്നതു കേട്ടേ പേടിച്ചു വിറച്ചവൻ ചെന്നു തൻ മന്ദിരം ബുക്കിരുന്നിടിനാൻ. ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ പുരാശുകൻ നിർമ്മലൻ ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം. കാനനത്തിങ്കൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനത്വവും കൈകൊണ്ടു. ദേവകൾക്ക് അഭ്യുദായാർത്ഥമായി നിത്യവും ദേവാരികൾക്ക് വിനാശത്തിനായി കൊണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തുമേ വീടിനായി യോഗം ധരിച്ചു പരബ്രഹ്മനിഷ്ഠയാ. വൃന്ദാരഹ്യുതായി ആർത്തിയായി രാക്ഷസൻ ഇന്ന് നിന്ദാപരനായി മരുവും ദശാന്തരി. വൃന്ദാരഹ്യുതായി ആർത്തിയായി രാക്ഷസൻ നിന്ദാപരനായി മരുവും ദശാന്തരി. നിർജ്ജരവൈരി കുലശ്രേഷ്ഠനാകിയ വജ്രദഷ്ടൻ മഹാദുഷ്ടനിശാചരൻ. എന്തോന്നു നല്ലോ സുഖോപകാരത്തിന് അന്തരവും പാർത്തിരിക്കും വിധോ. കുംഭോത്ഭവനാം അഗസ്ത്യൻ സുഖാശ്രമേ സംപ്രാപ്തനായൊരു ദിവസം ബലാൽ. സംഭോജിതനാം അഗസ്ത്യ തപോധനൻ സംഭോജനാർത്ഥം നിമിന്ത്രതനാകയാൽ ജ്ഞാതം ഗതേ മുനോ കുംഭോത്സവേ തഥാ യാതുദാനാധിപൻ വജ്രദഷ്ടാസുരൻ. എന്നാനഗസ്യ രൂപം ധരിച്ചന്തര ചൊന്നാൻ സുഖനോട് മന്ദഹാസാനിതം. ഒട്ടുനാളുണ്ട് മാംസം കൂട്ടി ഉണ്ടിട്ട് മിഷ്ടമായി ഉണ്ണേണമെന്നു നമുക്കിടൂ. ചാകമാംസം വേണമല്ലോ കറിമമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ. എന്നളവേ സുഖൻ ഭക്തിയോടും തഥാ ചൊന്നാൻ അതങ്ങനെ എന്നവളും ചൊന്നാൻ. മധ്യേ സുഖഭക്തി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടിനാൻ മായയ. മധ്യമാംസം വിളമ്പി കൊടുത്തമ്പോടെ തത്രൈവ വജ്രദംഷ്ടൻ മറഞ്ഞിടിനാൻ. മധ്യമാംസം കണ്ടു മൈത്രാവരുണിയും ക്രൂതനായി ക്ഷിപ്രം ശുഗനെ ശപിച്ചതും
മർത്യരെ ഭക്ഷിച്ചോ രാക്ഷസ നായിനി വൃത്തിയിൽ വാഴുക മത്തപോ വൈഭവാൽ. ഇത്തം ശപിച്ചതു കേട്ടു സുഗന്ധാനും എത്രയും ചിത്രം ഇതെന്തോരു കാരണം. മാംസോത്തരം ഭുജിക്കണം എനിക്കെന്നേ ശാസന ചെയ്തതും മറ്റാരുമല്ലല്ലോ. പിന്നെ അതിനു കോപിച്ചു ശപിച്ചതു എന്നുടെ ദുഷ്കൃതാമെന്നേ പറയാവൂ. ചൊല്ലെന്തോ പറഞ്ഞതോ നീ സഖേ, നല്ല വൃത്താന്തം ഇതെന്നോട് ചൊല്ലണം. എന്നത് കേട്ടു ശുഗനും അഗസ്ത്യനോട് അന്നേരമാശു സത്യം പറഞ്ഞിടിനാൻ. മജ്ജനത്തിനെഴുന്നള്ളിയ ശേഷമേ ദജ്ജനത്തോട് വീണ്ടും വന്നരുൾ ചെയ്തു. വ്യഞ്ജന മാംസ സമന്വിതം വേണമെൻ അഞ്ജസ ഞാനിതോ കേട്ടതോ ചെയ്തതും. ഇത്തം ശുഭോക്തികൾ കേട്ടോ രഹസ്യനും ചിത്തേ മുഹൂർത്തം വിചാരിച്ചരുളിനാൻ. വൃത്താന്തം ഉൾക്കാമ്പു കൊണ്ടു കണ്ടോരള ഉൾത്താപമോടരുൾ ചെയ്താൻ അഗസ്ത്യനും. വഞ്ചിതന്മാരായി ഭയംബതായി യാമിനി സഞ്ചാരികളോ ചെയ്തതോ നിർണയം. ഞാനും അതിമൂടനായി ചമഞ്ഞേൻ ബലാൽ ഊനം തന്മതമെന്നുമേ മിഥ്യയായി വന്നുകൂടാ മമ ഭാഷിതം സത്യപ്രധാനനല്ലോ നീയുമാകയാൽ. നല്ലത് വന്നുകൂടും മേലിൽ നിർണയം കല്യാണമായി ശാപമോക്ഷവും നൽകവൻ. ശ്രീരാമഭഗ്നിയെ രാവണൻ കൊണ്ടുപോയി ആ രാമസീമിനി വെച്ചുകൊള്ളും ദൃഢം. രാവണഭൃത്യനായി നീയും വരും ചിരം, കേവലം നീ അവനിഷ്ഠനായും വരും. രാഘവൻ വാനര സേനയുമായി ചെന്നോ രാകുലമെന്നിയേ ലങ്കാപുരാന്തികേ. നാലു പുറവും വളഞ്ഞിരിക്കുന്ന ഒരു കാലം അവസ്ഥ അറിഞ്ഞു വന്നിടുവാൻ നിന്നെ അയക്കും ദശാനൻ. അന്നു നീ ചെന്നു വണങ്ങുക രാമനെ സാദരം. പിന്നെ വിശേഷങ്ങൾ ഒന്നൊഴിയാതെ പോയി ചെന്നു ദശമുഖൻ തന്നോട് ചെല്ലുക. രാവണൻ ആത്മാ തത്വോപദേശവും ചെയ്ത് ദേവപ്രിയനായി വരും പുനരാശു നീ. രാക്ഷസഭാവം അശേഷം ഉപേക്ഷിച്ചു സാക്ഷാൽ നിജത്വവും വന്നുകൂടും ദൃഢം. ഇത്തമനുഗ്രഹിച്ചു കലശോത്ഭവൻ സത്യം തപോധനാവാക്യം മനോഹരം. ചാരനായൊരു ശുകൻ പോയനന്തരം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരെ വന്നിതു രാവണ മാതാവ് തൻ പിതാ ഖിന്നനായി രാവണനെ കണ്ടു ചൊല്ലുവാൻ. തൽക്കാലവും കുശലപ്രശ്നവും ചെയ്ത് രക്ഷോവരനും ഇരുത്തി യഥോചിതം. കൈകസീതാതൻ മതിമാൻ വിനീതിമാൻ കൈകസി നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. ചൊല്ലുവാൻ ഞാൻ തവ നല്ലതു പിന്നെ നീ എല്ലാം നിനക്കൊത്ത പോലെ അനുഷ്ഠിക്ക. ദുർനിമിത്തങ്ങളെ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ട് കാണുന്നു. കണ്ടില്ലയോ നാശു ഹേതുക്കളായി ദശ കണ്ഠപ്രഭോ നീ നിരൂപിക്ക മാനസേ. ദാരുണമായി ഇടിവെട്ടുന്നതിന്യകം ചോരയും പെയ്യുന്ന ദുഷ്ണമായത്രയും. ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു ദേവിയാം കാളിയും ഘോരദേഷ്ടാനിതം. നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു ഗോക്കളിൽ നിന്നോ കരങ്ങൾ ജനിക്കുന്നു. മൂഷികൻ മർജാരനോടു പിണങ്ങുന്നു രോഷാനകുലങ്ങളോടും ഔവണ്ണമേ. പന്നകജാലാം ഗരുഡനോടും തഥാ നിന്നെ നിർത്തിടാൻ തുടങ്ങുന്നു നിശ്ചയം. മൂടനായേറ്റം കരാള വികടനായി വർണ്ണവും പിങ്കല കൃഷ്ണമായി സന്തതം. കാലനയുണ്ട് കാണുന്നതെല്ലായിടവും കാലമാപത്തിനുള്ളോ നിതോ നിർണയം. ഇത്തരം ദുർനിമിത്തങ്ങൾ ഉണ്ടായതിൻ അത്രൈവ ശാന്തിയെ ചെയ്തു കൊള്ളേണമേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഏതുമേ സംശയമെന്നിയെ സീതയെ കൊണ്ടുപോയി. രാമപാതേ വച്ചു വന്ദിക്ക വൈകാതെ രാമനാകുന്നതോ വിഷ്ണുനാരായണൻ. വിദ്വേഷമെല്ലാം ത്യജിച്ചു ഭജിച്ചു കൊൾകദ്വയനാം പരമാത്മനാമവയം. ശ്രീരാമപാദ ബോധം കൊണ്ടു സംസാര പാരാനിധിയെ കടക്കുന്നു യോഗികൾ. ഭക്തി കൊണ്ടെന്താ കരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ സിദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാമിയും വിശുദ്ധനാം ഭക്തി കൊണ്ട് ഒട്ടുമേ കാലം കളയാതെ കണ്ടു നീ. രാക്ഷസ വംശത്തെ രക്ഷിച്ചു കൊള്ളുക സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതോ കേവലം പഥ്യം നിനക്കിതോ ചിന്തിക്ക മാനസേ. സാന്ത്വനപൂർവം ദശമുഖൻ തന്നോട് ശാന്തന മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നത് കേട്ടു പൊറാഞ്ഞു ദശമുഖൻ. പിന്നെ ആ മാല്യവാൻ തന്നോട് ചൊല്ലിനാൻ. മാനവനായ കൃപണനാം രാമനെ മാനസേ മാനിപ്പതിനെന്തു കാരണം.
മർക്കടാലംബനം നല്ല സാമർത്ഥ്യമെന്ന് ഉൾക്കാമ്പിലോർത്തുന്നവൻ ജളനത്രയും രാമൻ നിയോഗിക്കയാൽ വന്നതെന്നോടെ സമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തെ പോയാലും ഇന്നീ വേണ്ടുന്ന നാൾ ചാരത്തു ചൊല്ലി വിടുന്നുണ്ട് നിർണയം. വൃത്തൻ ഭവാൻ അതേ ശക്തനാം മിത്രമീത്യുക്തകൾ കേട്ടാൽ പുറത്തുകൂടാ ദൃഢം. ഇത്തം പറഞ്ഞ അമാത്യന്മാരുമായി ദശഭക്തനും പ്രാസാദമൂർത്തിനി കരേറിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അൺമ്യൂട്ട് ചെയ്യൂ. വിദ്യാജി അൺമ്യൂട്ട് ചെയ്യൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുഭ്യോ നമഃ. സീതാലക്ഷ്മണ സമേത ശ്രീരാമചന്ദ്രായ നമഃ. വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരേ. യുദ്ധത്തിനായി രജനീചര വീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധോ. രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോടുവിൽ വാങ്ങിനാൻ. 10 കിരീടവും കൈകളിരുപതും വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാർത്ഥേന കണ്ടിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ട് ബാണത്തെ നോക്കി നോക്കി ചരിച്ചിടിനാൻ. യുദ്ധമേറ്റിടുവൻ കോട്ടയിൽ പുക്കടച്ച് അത്യന്ത വിദ്യാവസിക്കയില്ലത്ര നാം. മുഖ്യപ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം ഭേരിമൃതങ്കടക്കാവണവാനക ദാരുണ ഗോമുഖവാദ്യവാദ്യങ്ങളും വാരണോശോഷ്ട്ര ഖരഹരിശാർദൂല സൈരിഭസ്യം ധരമുഖ്യയാനങ്ങളിൽ ഖഡ്ഗശൂലേഷു ചാപപ്രാസതോമര ഉദരയഷ്ടി ശക്തി ചുരികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ടസ്തവിദ്യാജവം യുദ്ധസന്നദ്ധരായ യുദ്ധതബുദ്ധിയോടബ്ധികൾ അഗ്നികൾ ഒപ്പിയും തൽക്ഷണമുദ്ധൂതമായതു സത്യലോകത്തോളം. വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും വജ്രദംഷ്ടൻ തഥാ ദക്ഷിണ ദിക്കിലും ദുശ്ചവനാരിയാം മേഘനാഥൻ തഥാ പശ്ചിമ ഗോപുരവാരി പൂക്കിയിടിനാൻ. മിത്രവർഗാമാത്യവൃത്യജനത്തോടും ഉത്തരവാരി പൂക്കാൻ ദശവക്രനും നീലനും സേനയും പൂർവദിഗ്ഗോപുരേ. ബാലിതനയനും ദക്ഷിണ ഗോപുരേ, വായുതനയനും പശ്ചിമ ഗോപുരേ. മായാമനുഷ്യനാദിനാരായണൻ മിത്രതനയ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായി ഉത്തരദിക്കിലും. യുദ്ധമുറപ്പിച്ചു രാഘവ രാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി. 1000 കോടി മഹാകോടികളോടും 1000 അദ്ഭുതമായിരം ശംഖങ്ങൾ, 1000 പുഷ്പങ്ങൾ, 1000 കൽപ്പങ്ങൾ, 1000 ലക്ഷങ്ങൾ, 1000 ദണ്ഡങ്ങൾ, 1000 ധൂളികൾ, 1000 തോയാരപ്രായങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോട് കലർന്ന കപിബലം ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം. പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോലങ്കാപുരം തകർത്തിടിനാൻ. കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചെടുക്കും നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വെട്ടുകൊണ്ടറ്റു പിളർന്നു കിടക്കയും. അസ്ത്രങ്ങൾ, ശസ്ത്രങ്ങൾ, ചക്രങ്ങൾ, ശക്തികൾ, അർത്ഥചന്ദ്രാകാരമായുള്ള പത്രികൾ, ഖഡ്ഗങ്ങൾ, ശൂലങ്ങൾ, കുണ്ടങ്ങൾ, ഈറ്റികൾ, മുൽക്കരപന്തികൾ, ഭിന്ദിപാലങ്ങളും തോമരദണ്ഡം, മുസലങ്ങൾ, മുഷ്ടികൾ, ചാമീകരപ്രഭ പൂണ്ട ശതഗ്നികൾ, ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ട് വിഗ്രഹിച്ചിടിനാർ നക്തഞ്ചരേന്ദ്രരും. ആർത്തിമുഴുത്തു ദശാസ്യൻ അവസ്ഥകൾ പേർത്തു പറവതിനായി ചിടിനാൻ. ശാർദൂലനാദിയാം രാത്രിഞ്ചരന്മാരെ രാത്രിയിൽ ചെന്നാരവരും കവികളായി. മർക്കടേന്ദ്രന്മാരറിഞ്ഞു അടിച്ചുൽക്കടരോഷേണ കൊല്ലുവാൻ തുടങ്ങുമ്പോൾ ആർത്തനാദം കേട്ടു രാഘവനും കരുണാദ്രബുദ്ധ്യാ കൊടുത്താനഭയം ദ്രുതം.
ചൊന്നവരും സുഖസാരണരെ പോലെ ചൊന്നത് കേട്ടു വിഷാദേന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുച്ഛിഖനുമായി ദശകന്ധരൻ മൈതിരിവാഴുമിടം പൂക്കാൻ രാമശിരസും ധനുസുമിരന്നുടൻ കാമാക്ഷി മുമ്പിലം മാറുവച്ചിടിനാൻ ആയോധനെ കൊണ്ടുപോന്നേനെന്നു മായയാ നിർമ്മിച്ചു വെച്ചതു കണ്ടപ്പോൾ സത്യമെന്നോർത്തു വിലാപിച്ചു മോഹിച്ചു മുക്താങ്കി വീണു കിടക്കും ദശാന്തരെ വന്നൊരു ദൂതൻ വിരവോടു രാവണൻ തന്നെയും കൊണ്ടു പോന്നേടിനാൻ അന്നേരം വൈദേഹി തന്നോട് ചൊന്നാൾ സരമയും ഖേദവശേഷമകലക്കളക നീ എല്ലാം ചതിയെന്നു തേറിയതൊക്കവേ നല്ലവണ്ണം വരും നാലു നാളുള്ളിൽ ഇല്ലൊരു സംശയം കല്യാണ ദേവതേ വല്ലവൻ കൊല്ലും ദശാസ്യനെ നിർണയം യുദ്ധം സരമാസരസവാക്യം കേട്ടു ചിത്തം തെളിഞ്ഞിരുന്നിരുന്നാൾ സീതയും മംഗളദേവതാ വല്ലഭജ്ഞാവശാൽ അങ്കദൻ രാവണൻ തന്നോട് ചൊല്ലിനാൻ ഒന്നുകിൽ സീതയെ കൊണ്ടുവന്നിൻമുടം മാറുവെച്ചിടുക വൈകാതെ യുദ്ധത്തിനാശു പുറപ്പെടുകല്ലായിൽ അത്തൽ പൂണ്ടുള്ളിൽ അടച്ചങ്ങിരിക്കലും രാക്ഷസ സേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോട് കൂടവേ സംഹരിച്ചിടുവൻ ബാണമേതെന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ ജാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ നാണം നിനക്കേതുമില്ലയോ മാനസേ യുദ്ധമധിക്ഷേപവാക്കുകൾ കേട്ടതി ബുദ്ധനായോരു രാത്രിഞ്ചര വീരനും വൃത്രാരിപുത്രതനേനെ കൊൽകന്നു നക്തഞ്ജനാധിപന്മാരോട് ചൊല്ലിനാൻ ചെന്നു പിടിച്ചാർ നിശാചര വീരരും കൊന്നു ചുഴറ്റിയെറിഞ്ഞാൻ കവീന്ദ്രനും വിനയ പ്രാസാദമുണ്ടകത്തിടിനാൻ കുതിച്ചമുയർന്നു വേഗേന പോൽ മന്നവൻ തന്നെ തൊഴുത് വൃത്താന്തങ്ങൾ ഒന്നറിയാതെ ഉണർത്തിനാൻ അങ്കദൻ പിന്നെ സുഷേണൻ കൂതൻ നളൻ ഗജൻ ധന്യൻ കവയൻ ഗവാക്ഷൻ മരുൾ സുതൻ എന്നിവരാദിയാം വാനരവീരന്മാർ ചെന്നു ചുഴങ്ങു കിടങ്ങും നിരത്തിനാർ കല്ലും മലയും മരവും ധരിച്ചതില്ലെന്ന് പറഞ്ഞെടുക്കും നേരം ബാണചാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെൺമടുകുന്തവും ദണ്ഡങ്ങളും കുശലങ്ങൾ ഗതകളും പിണ്ടിമാലങ്ങളും ഉൾഗരജാലവും ചക്രങ്ങളും പരിഘങ്ങളും ഈട്ടികൾ ശുക്രഗജങ്ങളും മറ്റു ഇത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട് ആയോധനത്തിനടുത്താരക്കരും വാരണനാദവും വാജികൾ നാദവും തേരുരുൾനാദവും ഞാണലി ഘോഷവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കവികൾ നിനാദവും തിങ്ങി മുഴങ്ങി പ്രപഞ്ചവും ഇന്നും ഇടതോർന്നു മറ്റൊലിക്കൊണ്ടുതേ ജംഭാരി മുമ്പാം നിരിമ്പരും കിന്നര കിംപുരുഷോകര ഗുഹ്യത സംഘവും ഗന്ധർവസിദ്ധ വിദ്യാധര ചാരണാൻ അന്തരീക്ഷം സഞ്ചരിക്കും ജനം നാരദനാദികളായ മുനികളും ഘോരമായുള്ള യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരുഹ്യ പുഷ്കരാന്തേ നിറഞ്ഞിടിനാർ തുങ്കനാം ഇന്ദ്രജിത്തേറ്റാണതു നേരം അങ്കദൻ തന്നോടതിനു കവീന്ദ്രനും സൂതനെ കൊന്നു തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിയിടിനാൻ മാരുതി തന്നെ വേഗൊണ്ടു ചാട്ടിയിടിനാൻ ധീരനാകും ചെമ്പുമാരി നിശാചരൻ സാരഥി തന്നോട് കൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നലറിനാൻ മിത്രതനയൻ പ്രഹസ്തനോടേറ്റിത് ചിത്രാരിയോട് വിഭീഷണ വീരനും നീലൻ നികുംഭനോടേറ്റാൻ കവനനെ കാലപുരത്തിനയച്ചാൻ മഹാഗജൻ ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടത് ലക്ഷ്മീപതിയാം രഘൂത്തമൻ തന്നോട് ദക്ഷധ്വജാദികൾ കത്തുവേർ തൽക്ഷണേ പോർ ചെയ്തു പുക്കാർ സുരാലയം വാനരന്മാർക്കു ജയം വന്നിടന്നേരം ഭാനുവും വാരുതി തന്നിൽ വീണീടിനാൻ ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോയി ഇന്ദ്രജിത്തംബരാന്തേ മറന്നീടിനാൻ ആകാസ്ത്രമേതു മോഹിപ്പിച്ചിതു ഗതരാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്നവൻ വെല്ലിപ്പരും പറകൊട്ടി മേലച്ചു ചെന്നു ലങ്കാപുരം തന്നിൽ മേവീടിനാൻ താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്നു വിഭീഷണ വീരനും ആഹാ വിഷാദേന ദുഃഖവിഷണ്ണരായി ഊഹിരന്മാരായി മരുവും ദശാന്തരെ സപ്തദീപങ്ങളും സപ്താർണവങ്ങളും സപ്താജലങ്ങളും വൃക്ഷോപമണ്ണം സപ്താശ്വകോടി തേജോമയനായി സുവർണാദ്രി പോലെ പവനാശനാശനൻ അബ്ധിതോയം ലോകത്രയത്തോടവിദ്രുതം നാഗാരി രാമപാദം വണങ്ങിയിടിനാൻ നാഗാസ്ത്രബന്ധനം തീർന്നിടു തക്ഷണേ ശാഖാമൃഗങ്ങളും അസ്ത്രയുക്തരായി ശോകവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാർ
ഭക്തപ്രിയൻ മുതാ പക്ഷിപ്രവരനു സമ്മോദമനുഗ്രഹം നൽകിനാൻ. കൂപ്പിത്തൊഴുത് അനുവാദവും കൈക്കൊണ്ട് മേൽപോട്ടു പോയി മറഞ്ഞിടിനാൻ കാക്ഷ്യനും. മുന്നേതിലും ബലവീര്യ വേഗങ്ങൾ ഉന്നതന്മാരാം കവിവരന്മാരെല്ലാം മന്നവൻ തന്നിയോഗേന മരങ്ങളും കുന്നും ശിലയും എടുത്തെറിഞ്ഞിടിനാൻ. അന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ മന്ദിരം ബുക്കിരിക്കുന്നതിന് മുന്നമേ വന്നാരവരുമെന്നെന്തോരു വിസ്മയം നന്നു നന്നത്രയുമെന്നേ പറയാവൂ. ചെന്നറിഞ്ഞിടുവിൻ എന്തോ ഒരു ഘോഷം ഇതെന്നു ദശാനനൻ ചൊന്നോരനന്തരം ചെന്നു ദൂതന്മാരറിഞ്ഞു ദശാനനൻ തന്നോട് ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ. വീര്യബലവേഗ വിക്രമം കൈക്കൊണ്ട് സൂര്യാത്മജാതികളായ കവികുലം ഹസ്തങ്ങൾ തോറും അനാഥവും കൈക്കൊണ്ടു ഭിത്തി തന്നുത്തമാംഗത്തിന്മേൽ നിൽക്കുന്നോ. നാണമുണ്ടെങ്കിൽ പുറത്തു പുറപ്പെടുവാണെങ്കിലെന്നോർത്തു പറയും കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നത് കേട്ടു ദശാസ്യനും കോപേന ചൊല്ലിനാൻ. മാനവന്മാരെയും ഏറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോക ധൂമ്രാക്ഷൻ പടയോടു കൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരിക നീ. യുദ്ധമനുഗ്രഹം ചെയ്തയച്ചാൻ അതിബുദ്ധനാം ധൂമ്രാക്ഷനും നടന്നിടിനാൻ. ഉച്ചൈസ്തരമായ വാദ്യഘോഷത്തോടും പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. മാരുതിയോട് എതിർത്താനവനും ചെന്നു ദാരുണമായത് യുദ്ധവും എത്രയും വേലസികൾ മഴുകുന്തം ശരാസനം ശൂലം മുസലം പരിഖഗതാദികൾ കൈക്കൊണ്ടു വാരണവാജിരഥങ്ങളിൽ ഉൾക്കരുത്തോടേറി രാക്ഷസ വീരരും കല്ലും മരവും മലയുമായി പർവ്വതധന്യ ശരീരികളായ കവികളും തങ്ങളിലേറ്റു പൊരുതു അങ്ങോട്ടും ഇങ്ങോട്ടും മരിച്ചു തൊട്ടങ്ങുമിങ്ങും മഹാവീരരായുള്ളവർ ചോരയും ആറായൊഴുകി പല വഴി ശൂരപ്രവരനാമാരുതി തൽക്ഷണേ ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ അടർത്തെടുത്താൻ ഒന്നെറിഞ്ഞിടിനാൻ. തേരിൽ നിന്നാശു ഗതയും എടുത്തുടൻ ധൂമ്രാക്ഷനും ചാടിനാൻ. തേരും കുതിരകളും പൊടിയായതു മാരുതിക്കുള്ളിൽ വർദ്ധിച്ചിതു കോപവും. രാത്രിഞ്ചരനെ ഒടുക്കി തുടങ്ങിനാൻ മുഴുത്തതു കണ്ടു ധൂമ്രാക്ഷനും മാരുതിയെ ഗത കൊണ്ടടിച്ചിടിനാൻ. ധീരതയോടതിനാകുലമെന്നിയെ പാരം വളർന്നു ഒരു കോപവിവശനായി മാരുതി രണ്ടാമതൊന്നെറിഞ്ഞിടിനാൻ. ധൂമ്രാക്ഷൻ ഏറുകൊണ്ടുമ്പുരത്തിങ്കലാമാറു ചെന്നു സുഖിച്ചു വാണിയിടിനാൻ. ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ കുക്കിത് ഘോഷിച്ചിതങ്കനമാർ വിലാപങ്ങളും നൃത്തമാകുന്ന കേട്ടു ദശാസ്യനും ചിത്തതാപത്തോടു പിന്നെയും ചൊല്ലിനാൻ. ഭദ്രഹസ്താരിപ്രവരൻ മഹാബലൻ ഭദ്രദംഷ്ട്രൻ തന്നെ ഭോഗയുക്തത്തിനായി മാനുഷവാനരന്മാരെ ജയിച്ച അഭിമാനകീർത്തിയാ വലികൻ നയച്ചിടിനാൻ. ദക്ഷിണഗോപുരത്തൂടെ പുറപ്പെട്ടു ശക്രാത്മജനോടെതിർത്തിടിനാൻ. ദുർനിമിത്തങ്ങളുണ്ടായതനാദൃത്യ ചെന്നു കവികളോടേറ്റു മഹാബലൻ. വൃക്ഷശൈലാശൈല വൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോപരന്മാർ മരിച്ചു മാരണേ. ഖഡ്ഗശസ്ത്രാസ്ത്ര ശക്തിയാദികളേറ്റേറ്റു മക്കടന്മാരും മരിച്ചാരസംഖ്യ. പത്തംഗയുക്തമായുള്ള പെരുമ്പട ഭക്തഞ്ചരന്മാർക്കു നഷ്ടമായി വന്നിതു. രക്തനദികൾ ഒലിച്ചു പല വഴി നൃത്തം തുടങ്ങി പ്രബന്ധങ്ങളും ബലാൽ. താരേനും ഭദ്രദംഷ്ട്രനും തങ്ങളിൽ ഘോരമായി ഏറ്റം പിണങ്ങി നിൽക്കും വിധോ വാളും പറിച്ചുടൻ ഭദ്രദംഷ്ട്രൻ ഗളനാളം മുറിച്ചെറിഞ്ഞിടിനാരംഗതൻ. അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേർമകമ്പനൻ തന്നെയും വൻപടയോടുമയച്ചാൻ. അതുനേരം കമ്പമുണ്ടായതു പേരിനിക്കുന്തുലോ. ദുശ്യവനാരിപ്രവരനകമ്പനൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടാൻ. വായുധനേനോടേറ്റവനും നിജകായം വെടിഞ്ഞു കാലാലയം മേവിനാൻ. മാരുതിയെ സ്തുതിച്ചു മഹാലോകരും പാരം ഭയം വെറുത്തു ദശകണ്ഠനും സഞ്ചരിച്ചാൻ. രാക്ഷസസേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാനതു നേരം രാമേശ്വരത്തോടു സേതുവിന്മേലും ആ രാമദേശാന്തം സുബേലാചലോപരി വാനരസേന പരന്നതും കോട്ടകൾ ഊനമായി വന്നതും കണ്ടോരനന്തരം ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരികെന്നു കൽപ്പിച്ച നേരം അവൻ വന്നു ഊപ്പിനാൻ. നീ അറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ നായകന്മാർ പടയ്ക്കാരുമില്ലായകയോ. ചെല്ലുന്ന രാക്ഷസ വീരരെ കൊല്ലുന്നതും കണ്ടിരിക്കേണ്ടിരുന്നാം. ഞാനോ ഭവാനോ കനിഷ്ഠനോ ചെന്നു മാനുഷവാനരന്മാരെ ഒടുക്കും
പോകുന്നതാരെന്നു ചൊൽകെന്നു കേട്ടവൻ പോകുന്നതിന്നു ഞാനെന്നു കൈകൂപ്പിനാൻ. തന്നുടെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്നു 4 അംഗപ്പടയും വരുത്തിനാർ. 4 ലങ്കയിലുള്ള പടയ്ക്കെല്ലാം അലംബനം പ്രഹസ്തൻ മഹാരഥൻ. കുംഭകനും മഹാനാഥനും ദുർമുഖൻ ജംവാരി വൈരിയാം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ള ഒരു മന്ത്രികൾ 4 ഇങ്ങനെ വൻപടയോടും നടന്നിതു. ദുർനിമിത്തങ്ങൾ ഉണ്ടായതു കണ്ടവൻ തന്നകതാരിൽ ഉറച്ചു സന്നദ്ധനായി പൂർവപുരദ്വാരദേശേ പുറപ്പെട്ടു പാവകപുത്രനോടേറ്റോരു നന്ദരം. മർക്കടന്മാർ ശിലാവൃക്ഷാചലം കൊണ്ട് രക്ഷോഗണത്തെ ഒടുക്കി തുടങ്ങിനാർ. ചക്രഖഡ്ഗപ്രാസ ശക്തിശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്കുമേറ്റൊക്കെ മരിക്കുന്നു. ഹസ്തിവരന്മാരും അശ്വങ്ങളും ചത്തു രക്തം നദികളായൊക്കെ ഒലിക്കുന്നു. അംബോജ സംഭവ നന്ദനൻ ജാമ്പവാൻ കുംഭഹനുവിനെയും ദുർമുഖനെയും കൊന്നു മഹാനാഥനെയും സമുന്നതൻ തന്നെയും. പിന്നെ പ്രഹസ്തൻ മഹാരഥൻ വീരനോടെത്തുടൻ ദ്വന്ദ്വയുദ്ധം ചെയ്തു കാലപുരി പുക്കരു നേടിനാൻ. സേനാപതിയും മരിച്ചു പടയും മരിച്ചതും മാനിയാം രാവണൻ കേട്ടു കോപാന്തനായി. ആരെയും പോരിനയക്കുന്നതിൽ നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ നമ്മോട് കൂടെയുള്ളവർ പോയിടുക. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ 25-ാമത്തെ ദിവസം. അപ്പോൾ വളരെ എന്താ പറയുക, ആകാംക്ഷാഭരിതമായിട്ടുള്ള അല്ലെങ്കിൽ സംഭവബഹുലമായിട്ടുള്ള അന്തരീക്ഷമാണ് അവിടെ ലങ്കയിൽ. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഇനിയിപ്പോൾ രക്ഷയില്ല, അവിടെ യുദ്ധമാണ്. അപ്പോൾ ശുഗൻ വന്നിട്ടുണ്ടായിരുന്നു ദൂതനായിട്ട്, രാവണൻ്റെ ദൂതനായിട്ട് ഇവിടെ ശ്രീരാമസ്വാമിയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്രീരാമസ്വാമി പറഞ്ഞിരുന്നു ഇവിടെ അവനെ നിർത്തണം, ഞാൻ പറയുമ്പോൾ വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം വൈകി തിരിച്ചെത്താനായിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും പോയിക്കോളൂ എന്നുള്ളത്. അപ്പോൾ അവനോട് രാവണൻ ചോദിക്കുകയാണ്, നീ എന്താണ് വൈകാൻ കാരണം? അപ്പോഴാണ് അദ്ദേഹം കാര്യമായിട്ട് ശരിക്കും ഒരു സാരോപദേശം പോലെയാണ് പറയുന്നത് രാവണനോട്. അപ്പം രാവണന് ശരിക്കും ദേഷ്യം വരികയാണ്. അവിടെ പോയവരും അവിടെ കണ്ടവരും കേട്ടവരും ഒക്കെ വന്നിട്ട് രാമൻ വലിയ ആളാണ്, നിങ്ങൾ വേഗം സീതയെ കൊണ്ടു കൊടുത്തോളൂ അല്ലെങ്കിൽ ഇവിടെ വലിയ കുഴപ്പമുണ്ടാവും എന്നൊക്കെ അത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പം ശരിക്കും ദേഷ്യം വന്നു. ഇതിനാണോ നിന്നെ ഞാൻ അങ്ങോട്ട് അയച്ചത്? അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി വരാനല്ലേ പറഞ്ഞത് എന്ന് പറയാണ്. അപ്പോൾ ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ പറഞ്ഞു, എന്തായാലും ഇപ്പം നീ രാവണനോട് ചൊല്ലുക, അവിടെ എന്താ പറഞ്ഞതെന്ന് പറയാണ്. ശ്രീരാമൻ എന്താണ് പറഞ്ഞത്? അപ്പോൾ പറഞ്ഞു, നീ രാവണനോട് പോയി പറഞ്ഞു സീതയെ നൽകുക അല്ലെങ്കിൽ ഉടനെ തന്നെ യുദ്ധം. 2 ഓപ്ഷനാണ് കൊടുത്തത്. ഒന്നുകിൽ സീതയെ കൊണ്ട്, അപ്പോൾ പിന്നെ അതോടുകൂടി പിന്നെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അതല്ലെങ്കിൽ 2ലും 1 ഉഴറി ചെയ്യുക എന്നാണ്, ഉടനെ ചെയ്തോളുക എന്നാണ്, ഇനി സമയമില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ എന്തായാലും നല്ല ദേഷ്യം വന്നു കാണും. അപ്പോൾ രാവണൻ തന്നെ വിചാരിക്കുകയാണ്, ഇനി ഞാൻ തന്നെ അങ്ങോട്ട് പോയിട്ട് ഇവരെ ആരും വേണമെന്നൊന്നുമില്ല അങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ പല സംഗതികളും പറയുന്നുണ്ട്. അവിടുത്തെ മർക്കട സേന അത് സംഖ്യയില്ലാത്തോളം ഉണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല, അവർ വളരെ ശക്തരാണ്. അപ്പോൾ സുഗ്രീവനാണ് അവിടെ സേനാപതിയായിട്ടുള്ളത്. പിന്നെ അങ്ങയുടെ സഹോദരനായിട്ടുള്ള വിഭീഷണനും അവിടെ ഉണ്ട്. പിന്നെ സുബ്രഹ്മണ്യ സ്വാമി, ശ്രേഷ്ഠനായിട്ടുള്ള സുബ്രഹ്മണ്യ സ്വാമിക്ക് പോലും കണക്ക് വെക്കാൻ പറ്റില്ല, അത്രയ്ക്കധികം വാനരസേന ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ശരിക്കും ഒരു പേടിപ്പെടുത്താണ് രാവണന്. പേടിപ്പെടുത്തല്ല, കൃത്യമായിട്ടുള്ള കാര്യം പറയുകയാണ്. അപ്പോൾ രാവണൻ്റെ മനസ്സൊന്ന് മാറിക്കോട്ടെ എന്ന് വിചാരം ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അവിടെ മക്കളൊക്കെ ഇങ്ങനെ അക്ഷമരായിട്ട് നീ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അച്ഛൻ പറഞ്ഞാൽ മതി. അപ്പോൾ ഓരോരുത്തരെ പറ്റി വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട്. അവിടെ ഇന്ന ആളാണ്. അവിടെ മർക്കടന്മാരൊക്കെ ദേവാംശജരാണ്, വെറുതെ കുരങ്ങന്മാരല്ല അവരൊന്നും. ശ്രീരാമസ്വാമി അവിടെ ഭൂമി രക്ഷയ്ക്ക് വേണ്ടി അവതരിച്ചപ്പോൾ ശ്രീരാമസ്വാമിയോടൊപ്പം അവതരിച്ച ദേവാംശജരാണ് അവരൊക്കെ. നമ്മൾ കൃഷ്ണാവതാരത്തിൽ പറയില്ലേ, ഗോപന്മാരും ഗോപികമാരും ഒക്കെ ദേവാംശജരാണ്. അതുപോലെ ഇവിടെ വാനരന്മാര്
ദേവാംശജരാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നീട് ഇതൊക്കെ ഇങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരം പഞ്ചത്വം ഭവിക്കും എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ മരിക്കും എന്നർത്ഥം. പിന്നെ ഈ ശരീരം എന്നുള്ള ഭാവം ഒന്നും വെച്ച് കൊണ്ട് നടക്കണ്ട. അതൊരു മലഭാണ്ഡമാണ്. അതിന് അത്രക്കേ ഉള്ളൂ വില. എത്ര കാലം ഉണ്ടാവും, എത്ര കാലം അഹങ്കരിക്കാൻ സാധിക്കും? ഇവിടെ പറയുന്നുണ്ട്, രോഗാദി മൂലമായി സമ്പദിക്കും ദൃഢം. ഒരു രോഗം വന്നാൽ മതി, ഈ പറഞ്ഞ ഗമയൊക്കെ പോവും. അപ്പോൾ നമ്മൾ വലിയ 10 തലയുണ്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് രാവണൻ അഹങ്കരിക്കുന്നുണ്ടല്ലോ, ബാക്കി എല്ലാവരും. അപ്പൊ അതൊക്കെ ഒരു രോഗം വന്നാൽ തീരുന്നതേ ഉള്ളൂ എന്ന് പറയാണ്. പിന്നെ എന്താ ചെയ്യേണ്ടത് നമുക്കൊക്കെ? ആ നിർമ്മലനായിട്ടുള്ള, അവ്യനായിട്ടുള്ള, അദ്വയനായിട്ടുള്ള ഭഗവാനെ ആത്മനാ കണ്ട് തെളിയുക എന്നാണ്. മനസ്സുകൊണ്ട് അറിയാൻ ശ്രമിക്കുക. അത് മാത്രമേ നമുക്കൊക്കെ ചെയ്യാനുള്ളൂ. പിന്നെ ഈ ജനിക്കുക, മരിക്കുക, ഭക്ഷണം കഴിക്കുക, മൈഥുനം ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ മൃഗങ്ങളും ചെയ്യുന്നതാണ്. അതിൽ നിന്ന് ഒരുപടി ഉയരണം മനുഷ്യജന്മം കിട്ടിയാൽ. അതൊന്നും ചെയ്യണില്ലെങ്കിൽ മൃഗങ്ങളെ പോലെ തന്നെ ആവും. അപ്പോൾ വിവേകം വന്ന് ആലോചിച്ചോളൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇതിവിടെ എഴുത്തച്ഛൻ്റെ ഒരു അഭിപ്രായം ഇവിടെ പറയുന്നുണ്ട്. കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടും. അപ്പോൾ ഇവർ ലങ്കയിലെ ആൾക്കാരാണ്. അപ്പോൾ അവിടെ എങ്ങനെയാ ഭാരതത്തിനെ പറ്റി നന്നാക്കി പറയുന്നത്? അപ്പോൾ ഇത് എഴുത്തച്ഛൻ നമുക്ക് പറഞ്ഞു തരാണ്. അപ്പോൾ ഈ കഷായത്തിൽ കുട്ടികൾക്ക് ശർക്കര കൊടുക്കണ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ എഴുത്തച്ഛൻ പറഞ്ഞു തരും. അപ്പോൾ അങ്ങനെ ഭോഗത്തിൽ അങ്ങനെ ഇതുവരെ പിന്നെ പറയുന്നുണ്ട്, ഇന്ന് തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക. രാവണ, നീ ഇതുവരെ ഒന്നും നന്നായി ചെയ്തിട്ടില്ല എന്ന് വെച്ചാലും ഇന്ന് തുടങ്ങി ചെയ്തോളൂ എന്നാണ്. അതും നമുക്കുള്ളതാണ്. ഇതുവരെ നാരായണീയോ രാമായണോ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് മുതലെങ്കിലും തുടങ്ങിക്കോളൂ എന്നാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ രാമനാകുന്നത് ആരാണ് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആരെ പറ്റിയിട്ടാണ് ഇങ്ങനെ, ശത്രുവിനെ പറ്റിയിട്ട് എത്ര ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്? അപ്പോൾ അവിടെ അല്ലെങ്കിലേ കോപവും അഹങ്കാരവും ഒക്കെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാവണൻ ക്രോധ താമ്രാക്ഷനായി എന്നാണ്. കണ്ണൊക്കെ അങ്ങോട്ട് ചുമന്നു. നീയാണോ എനിക്ക്, നീ ഇപ്പോൾ ഒരു എൻ്റെ ഇതാണ് ജോലിക്കാരനല്ലേ, ദൂതനായിട്ട് പറഞ്ഞയച്ചത്, യു ആർ മൈ വർക്കർ, എന്നിട്ട് എന്നെ ആചാര്യനെ പോലെയാണോ പറയുന്നത്? നീ ഇപ്പം എന്നെ ഉപദേശിക്കാൻ വരികയാണോ? നീ ഇവിടുന്ന് വേഗം പൊയ്ക്കോ, അതാ പറഞ്ഞത്. മുന്നിൽ നിന്ന് ആശ പോവുക എന്ന് പറഞ്ഞാൽ ഇപ്പം നീ പൊയ്ക്കോ, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്നുള്ള പോലെ. പിന്നീട് നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ശുഗന്റെ പൂർവ്വ വൃത്താന്തം പറയുന്നുണ്ട്. അപ്പോൾ ശുഗൻ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠനായിരുന്നു. അപ്പോൾ വളരെ ഭംഗിയായിട്ട് ബ്രാഹ്മണ്യമൊക്കെ പരിപാലിച്ച് വളരെ സുഖമായിട്ട് കാനനത്തിൽ വാനപ്രസ്ഥമായിട്ട് ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവിടെ ഒരു ദിവസം അഗസ്ത്യ മഹർഷി അവിടെ എത്തുകയാണ്. അപ്പോൾ അഗസ്ത്യ മഹർഷി വന്ന് വളരെ സന്തോഷത്തോടെ, അപ്പോൾ അദ്ദേഹം അവിടെ ഒരു വജ്രദംഷ്ട്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു രാക്ഷസൻ, അപ്പോൾ ഈ ശുഗനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു കളി കളിച്ചു. അപ്പോൾ എപ്പോഴും അങ്ങനെയാണല്ലോ. അപ്പോൾ ഇദ്ദേഹം ഭക്ഷണം കഴിക്കാനായിട്ട്, അപ്പോൾ കുളിച്ചു വരാം, അപ്പോൾ എനിക്ക് ഭക്ഷണം തയ്യാറാക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അഗസ്ത്യ മഹർഷി പോയി. ആ സമയത്താണ് ഇവിടെ വന്നിട്ട് അഗസ്ത്യ മഹർഷിയുടെ രൂപത്തിൽ വന്നിട്ട് പറയാണ്, എനിക്ക് മാംസം കൂട്ടി ഭക്ഷണം വേണം എന്ന്. അപ്പം അദ്ദേഹത്തിൻ്റെ ശുഗന്റെ ഭാര്യയോടും പോയിട്ട് പറയുന്നുണ്ട് ഭക്ഷണം ഇത് വേണം എന്നുള്ളത്. അപ്പോൾ ഇവർ വിചാരിച്ചു മഹർഷി പറഞ്ഞതല്ലേ, അപ്പോൾ ഉടനെ അതിനുള്ള തയ്യാറുകളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് കുളിച്ചു കഴിഞ്ഞ് തിരിച്ചു വന്ന് ഭക്ഷണത്തിന് ഇരുന്നപ്പോഴാണ് അവിടെ ഭക്ഷണത്തിൽ മാംസമാണ് വിളമ്പിയിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചു, നീ ബ്രാഹ്മണ സത്തമനല്ലേ, നീ ഇങ്ങനെയാണോ ഒരു അതിഥിയെ സൽക്കരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ എന്താണ് മനസ്സിലായി, അഗസ്ത്യ മഹർഷിക്ക് ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലായി, രണ്ടു കൂട്ടരെയും പറ്റിച്ചു. അഗസ്ത്യ മഹർഷിയെയും പറ്റിച്ചു, ശുഗനെയും പറ്റിച്ചു. അപ്പം ശുഗൻ ചോദിക്കുന്നുണ്ട്, കുളിക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞതല്ലേ അങ്ങ്? അപ്പോൾ നമ്മൾ രണ്ടുപേരും വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഉടനെ കൊല്ലാനാണ് നോക്കണത്, ശപിക്കുകയാണ്. അപ്പോൾ ശാപമോക്ഷം എന്താണ്? നിന്നെ ദൂതനായിട്ട്, രാവണന്റെ ഭൃത്യനായിട്ട് നീ ജീവിക്കും. ആ സമയത്ത് നിന്നെ ദൂതനായിട്ട് അവിടേക്ക് പറഞ്ഞയക്കും.
അത് കഴിഞ്ഞ് അപ്പോൾ രാമന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും വേണ്ടാത്തരം പറയാൻ തോന്നില്ല. അതുകൊണ്ടാണ് അവിടെ ചെന്നിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത്. അപ്പം അങ്ങനെ നിനക്ക് ശാപമോക്ഷം കിട്ടും എന്ന് പറഞ്ഞ് അതാണ്. പിന്നെ അടുത്തതായിട്ട് രാവണന്റെ അടുത്ത് വരുന്നത് മാല്യവാനാണ്. മാല്യവാൻ എന്ന് പറയുന്നത് രാവണന്റെ മുത്തച്ഛനാണ്. രാവണന്റെ അമ്മ കൈകസിയുടെ അച്ഛനാണ് മാല്യവാൻ. മാല്യവാനും വളരെ നല്ല ഒരു എന്താ പറയുക സത്വഗുണപ്രധാനിയായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ വന്നു, പേരക്കുട്ടിയല്ലേ, പേരക്കുട്ടി ഇങ്ങനെ വേണ്ടാത്തരം ചെയ്യുമ്പോൾ മുത്തച്ഛൻ വന്നിട്ട് പറഞ്ഞു കൊടുക്കാണ്, നീ ചെയ്യണത് അത്ര നല്ല കാര്യങ്ങളല്ല, അപ്പോൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തോളൂ, ഇത് തന്നെ സീതയെ കൊണ്ട് കൊടുത്തോളൂ, അല്ലെങ്കിൽ ഇവിടെ ലങ്കാരാജ്യത്തിന് മുഴുവൻ ദോഷമായിരിക്കും എന്നാണ്. അപ്പോൾ കുറച്ചു നേരം കേട്ടു. എന്നിട്ട് പിന്നെ മുത്തച്ഛനല്ലേ, കേൾക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ദശകണ്ഠ പ്രഭോ എന്നാണ് വിളിച്ചത്. എന്ന് പറഞ്ഞാൽ രാജാവല്ലേ എന്ന് ഓർമ്മപ്പെടുത്താണ്. ഇപ്പോൾ രാജ്യത്ത് ധാരാളം ദുർനിമിത്തങ്ങളൊക്കെ കാണുന്നുണ്ട്. കാലസ്വരൂപയായിട്ടുള്ള കാളി ഇങ്ങനെ നോക്കുന്ന ദിക്കിലൊക്കെ ആ കാലസ്വരൂപമായിട്ടുള്ള ആ കാളി രൂപം കാണുന്നുണ്ട്. പിന്നെ ഗോക്കളിൽ നിന്ന് ഖരം എന്ന് പറഞ്ഞ കഴുത ജനിക്കുന്നു. പിന്നെ ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട്, മൂഷികൻ മാർജാരനോട് പിണങ്ങുന്നു. അപ്പം നമ്മൾ വിചാരിക്കും ഇതെന്താ മൂഷികനും മാർജാരനും അല്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, പൂച്ചയും എലി പൂച്ചയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യക്കാരല്ലേ, അപ്പം അതെന്താണ് അങ്ങനെ. പക്ഷെ അപ്പോൾ ലങ്കയിൽ അങ്ങനെ ആയിരുന്നില്ല അത്രേ. എല്ലാവരും മിത്രഭാവത്തിൽ അത്രേ ജീവിച്ചിരുന്നത് ഇവരൊക്കെ. അതുപോലെ കീരി, പാമ്പും കീരി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ശത്രുക്കളായിട്ടല്ലേ. അപ്പോൾ അതൊക്കെ വീണ്ടും തിരിച്ച് പന്നകജാലം ഗരുഡനോടൊക്കെ വിരോധമായി എന്നാണ്. അവിടെ അതുവരെ അതൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അപ്പോൾ ഇതിനൊക്കെ ഈ ദുർനിമിത്തങ്ങൾക്കൊക്കെ എന്താണ് പരിഹാരം? സീതയെ കൊണ്ടുപോയി രാമപാതയെ വെച്ച് വന്ദിക്കുക, അതാണ് പറഞ്ഞു കൊടുത്തത് മുത്തച്ഛൻ. നല്ല ഉപദേശമാണ് മുത്തച്ഛൻ കൊടുത്തത്. അപ്പോൾ അദ്ദേഹം പിന്നെ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. ശ്രീരാമപാദബോധം കൊണ്ട് സംസാരവാരിധിയെ കടക്കുന്നിത് യോഗികൾ. അപ്പോൾ ഈ ശരീരം ലഭിച്ചിട്ടുള്ളത് ഈ സംസാരസാഗരത്തെ തരണം ചെയ്യാനുള്ള ഒരു തോണിയാണ്. അപ്പോൾ അതിന് എന്താണ്, രാമനാമം കൊണ്ടാണ് അതൊക്കെ നടക്കുള്ളൂ എന്നെല്ലാം ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കുള്ള പാഠങ്ങളാണ്. ഭക്തി കൊണ്ട് അന്ധക്കരണം ശുദ്ധമായിട്ട് മുക്തിയെ ലഭിക്കുമെന്നാണ്. ഇത് തന്നെയാണ് നമ്മൾ നാരായണീയത്തിലെ ഓരോ ദശകങ്ങളിലും പഠിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. മുകുന്ദനെ സേവിച്ചു കൊള്ളുക, ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നു മുതൽ ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവസാനം രാവണന് സഹിക്കണില്ല, കുറച്ചു നേരമൊക്കെ കേട്ടു. അപ്പോൾ അങ്ങ് എൻ്റെ മുത്തച്ഛനായതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്യാത്തത്, ഇങ്ങനെ സമാധാനമായിട്ട് കേട്ടത്, ഇത് എനിക്ക് മതി പറഞ്ഞത് എന്നുള്ള പോലെ. പിന്നെ യുദ്ധം ആരംഭിക്കുകയാണ് എന്നുള്ള പോലെ. അങ്ങനെ യുദ്ധം ആരംഭിക്കുകയാണ്. അപ്പോൾ ആ യുദ്ധകാഹളം, പിന്നെ ഓരോരുത്തരുടെ അസ്ത്രശസ്ത്രങ്ങൾ. അസ്ത്രം എന്ന് പറയുന്നത് അയച്ചു വിടുന്നത്, ശസ്ത്രം എന്ന് പറയുന്നത് കയ്യിൽ വെച്ച് വാള്, അതൊക്കെയാണ് ശസ്ത്രങ്ങൾ. മറ്റത് അങ്ങനെ. അപ്പോൾ അസ്ത്രശസ്ത്രങ്ങൾ, പിന്നെ എല്ലാ ദിക്കിലും, ദക്ഷിണ ദിക്കിലും എല്ലാ ദിക്കിലും ആരൊക്കെ നിൽക്കണം, എന്തൊക്കെ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എവിടേക്കാണ് സേനയെ വിന്യസിക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അപ്പുറത്തെന്താണ്, മർക്കടന്മാർ, അവരുടെ എന്താ, കല്ല്, മല, മരം, ഇതൊക്കെയാണ് അവരുടെ ആയുധങ്ങൾ. അങ്ങനെ എല്ലാം വളരെ കൃത്യമായിട്ട് ഒക്കെ നിരന്നു. പിന്നീട് രാവണൻ വിചാരിച്ചു ഇത് ഇവരെയൊക്കെ ഈസി ആയിട്ട് ചെയ്യാം എന്ന്. പക്ഷെ രാവണന് സാധിക്കില്ല. പിന്നീട് വേറൊരു കള്ളത്തരം കൂടി ചെയ്തു രാവണൻ. അപ്പോൾ ഇവർ മായാവികളാണല്ലോ. അപ്പോൾ ശ്രീരാമന്റെ തല അറുത്തിട്ട് വെച്ചു എന്നും പറഞ്ഞിട്ട് ഒരു വാളും വെച്ചു, തലയും. അതൊക്കെ മായ കൊണ്ടാണ് സീതാദേവിക്ക് കാണിച്ചു കൊടുക്കണം, മായാപ്രയോഗം കൊണ്ട്. അപ്പോൾ സീതാദേവിക്ക് സങ്കടം തോന്നുമല്ലോ. അപ്പോൾ സങ്കടം തോന്നിയപ്പോൾ അവിടെ സരമ എന്ന് പറയുന്നത് വിഭീഷണന്റെ ഭാര്യയാണ്. അവർ പറഞ്ഞു, ഒന്നും പേടിക്കണ്ട, ഇതൊക്കെ ചതിയാണ്, രാക്ഷസന്മാർക്ക് ധാരാളം മായാപ്രയോഗങ്ങൾ അറിയാം. അപ്പോൾ എന്താണ്, സീതാദേവിയുടെയൊക്കെ ആ മനസ്സിൻ്റെ എന്തെങ്കിലും ഒരു ധൈര്യം, എൻ്റെ ഭർത്താവ് വരും രക്ഷിക്കും എന്നുള്ള ധൈര്യമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ പിന്നീട് യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ കുറച്ച് മർക്കടന്മാരൊക്കെ കുറേ അധികം അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ വന്നപ്പോൾ
അവിടെ പ്രത്യേകിച്ച് ഒരാൾ വന്നു. അതാണ് ഗരുഡൻ. ഗരുഡൻ വന്നിട്ട് ഗരുഡൻ്റെ ചിറകടി കൊണ്ട് തന്നെ കുറേ, അപ്പം അതാണ് എവിടെയും എന്തെങ്കിലും ഒരു സന്നിഗ്ധ ഘട്ടം വരുമ്പോൾ അവിടെ കൃത്യമായിട്ട് ഒരു സഹായം എത്തും. അത് ഭഗവാന്റെ നിയോഗം തന്നെയാണ്. അപ്പോൾ രാവണൻ പിന്നെ പോയിട്ട് അവിടെ ശരിക്കും ഉള്ളിൽ പോയി ഇരിക്കുകയാണ്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള പോലെ കുറച്ചൊരു പേടി തോന്നിയിട്ട്. അപ്പോഴാണ് പറയുന്നത്, അംഗദനും മറ്റവരൊക്കെ വന്നിട്ട് പറയാണ്, നീ ആണാണോ? ആണാണെങ്കിൽ പുറത്തു വാ. അങ്ങനെ പിന്നെ മാരുതി പലരെയും കൊല്ലുന്നുണ്ട്. അപ്പോൾ മാരുതി വധിച്ചത് കാരണം അത് പറയുന്നുണ്ടല്ലോ, ധൂമ്രാക്ഷൻ ഏറുകൊണ്ട് ഉംബർപുരത്തിൽ അമ്മാറ് ചെന്നു എന്നാണ്. ഉംബർപുരം എന്ന് പറഞ്ഞാൽ ദേവലോകം എന്നാണ്, അല്ലെങ്കിൽ സ്വർഗം. അപ്പോൾ എങ്ങനെയാണ് ഈ രാക്ഷസന്മാർ സ്വർഗത്തിലെത്തണമെന്നൊരു സംശയം തോന്നും. അപ്പോൾ എന്താണ്, മാരുതിയാണ് വധിച്ചിട്ടുള്ളത്. രാമദൂതനായിട്ടുള്ള മാരുതി രാമൻ്റെ സ്വന്തം ആളാണ്. അതുകൊണ്ട് തന്നെ ആണ് അവർ സ്വർഗത്തിലെത്തിയത്. അപ്പം ഇങ്ങനെ നമുക്ക് വായിക്കുമ്പോൾ പല സംശയങ്ങളും തോന്നും. പിന്നീട് രാവണൻ്റെ തന്നെ പടപ്പുറപ്പാടാണ്. അതാണ് ഇനി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണേണ്ടത്. യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ പോവാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് കാണാം, ആസ്വദിക്കാം, വായിക്കാം, അതിൽ നിന്നുള്ള തത്വങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഇന്നത്തെ ഈ പാരായണം നമുക്കിവിടെ സമർപ്പിക്കാം. എല്ലാവരും നല്ല കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ ആ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാനുള്ള മനസ്സ് ഉണ്ടാവണം. ആ മനസ്സുണ്ടെങ്കിൽ മാത്രമേ ആ കാര്യങ്ങളെ കൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ധാരാളം കുറേ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സാരോപദേശത്തിനൊന്നും ഒരു സ്ഥാനം കിട്ടില്ല. അതാണ് ഉണ്ടായത്. നല്ല കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ജ്യേഷ്ഠനും അനിയനും കുംഭകർണനും വിഭീഷണനും എല്ലാവരും വന്ന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ എന്താണ്, അഹങ്കാരം മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന സമയത്ത്, വിരോധം നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഇതൊന്നും ഏൽക്കില്ല. അപ്പോൾ ഇതിനെയൊക്കെ പതുക്കെ പതുക്കെ നീക്കണമെങ്കിൽ ആ ഭക്തി എന്നുള്ള ആ ഒരു അത് മാത്രമാണ് അതിനൊക്കെ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളോടൊക്കെ ഇതാണ് പറയുന്നത്. കുറേ കാര്യങ്ങൾ നമ്മൾ പണ്ട് കാലത്ത് കേട്ട് മനസ്സിലിങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് മാറാൻ നമ്മളൊന്നും തയ്യാറില്ല. ഇപ്പോൾ രാമനെ പറ്റിയിട്ടുള്ള കാര്യം, ലക്ഷ്മണനെ പറ്റിയിട്ട് രാമൻ എങ്ങനെ ചെയ്തത് ശരിയായില്ല, വിമർശനങ്ങളാണല്ലോ നമുക്കൊക്കെ. രാമൻ ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, എന്തായാലും സീതയെ ഉപേക്ഷിച്ചത് ശരിയാണോ, ബാലിയെ ഇങ്ങനെ കൊന്നത് ശരിയാണോ, അങ്ങനെ കുറേ വിമർശനങ്ങളാണ്. ലക്ഷ്മണൻ ഊർമിളയെ കൊണ്ടുകൊണ്ട് പോയതൊന്നും ശരിയായില്ല, അല്ലെങ്കിൽ സീത പോവാണ്ടിരുന്നാൽ മതിയായിരുന്നു, സീതയ്ക്ക് ഇവിടെ നിന്നാൽ പോരെ, എന്തിനാ വെറുതെ കാട്ടിൽ പോയത്, അതുകൊണ്ടല്ലേ രാവണൻ കട്ടുകൊണ്ടുപോയത്, അയോധ്യയിൽ വന്നിട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യമൊന്നും രാവണൻ ഉണ്ടാവില്ല. അങ്ങനെ കുറേ വിമർശനങ്ങളാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വിമർശനം ഈ രാമായണത്തിലെ എല്ലാ കഥാപാത്രങ്ങളും വിമർശനമുള്ളവർ കിട്ടിയിട്ടുള്ളവരാണ്. പക്ഷെ അതിൽ വിമർശനം ഒട്ടും അനുഭവിക്കാത്ത ഒരാൾ എന്ന് പറഞ്ഞാൽ അത് ഹനുമാൻ സ്വാമിയാണ്. ഹനുമാൻ സ്വാമിയെ ആരും വിമർശിക്കണില്ല. കാരണം എന്താ, ഹനുമാൻ സ്വാമി ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം പറയുന്നത്, ഞാനല്ല ചെയ്യുന്നത്, ഞാൻ രാമദൂതനാണ്, രാമൻ്റെ അനുജ്ഞയാണ് ഞാൻ അനുസരിക്കുന്നത്. അപ്പോൾ അതും നമുക്കുള്ളതാണ്. നമ്മളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ധാരാളം വിമർശനങ്ങൾ ഉണ്ടാവും. അപ്പം നമുക്ക് അതൊന്നും കേൾക്കണ്ട. കാരണം നമ്മൾ ചെയ്യുന്നത് ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചാണ് ചെയ്യുന്നത്. ആ സമർപ്പണ ബുദ്ധിയോടുകൂടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ വിമർശനങ്ങളോ കുറ്റപ്പെടുത്തലുകളോ ഒന്നും നമ്മളെ ബാധിക്കില്ല. അപ്പം നമുക്ക് പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അതുകൊണ്ട് തന്നെ ശക്തി ആർജിക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പാരായണം നമുക്കിവിടെ സമർപ്പിക്കാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമാം. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ. ഹരി ഓം.